ബഹുമാനില്ലായ്മ കാണിച്ചാലേ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. Get lost. I said get out. ആഹാ, എന്നോട് പുറത്തു പോവാനല്ലേ? എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ. അനിയ. ഹലോ അമ്മേ. നന്ദ, കൃഷ്ണമോള് വന്നിട്ടുണ്ട്. എപ്പോ വന്നത് സിത്താരയുടെ കൂടെയാ. എന്താ നീ പറയുന്നേ? അതെ, ഗാഥയാണെന്നുള്ള രീതിയിൽ തന്നെയാ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് നന്നായിട്ടറിയാലോ, എന്റെ അടുത്ത് വന്നതും സംസാരിച്ചതും ഒക്കെ കൃഷ്ണ തന്നെയാ. അങ്ങനെ ഒരു വരവിന്റെ ഉദ്ദേശം എന്തായിരിക്കും? എന്താകാനാ, നവീന്റെ ഭാഗത്തൊന്നും വേറൊരു തീരുമാനം ഉണ്ടാകാൻ പാടില്ലെന്ന് സിത്താര ആലോചിച്ചു കാണും. അതിനൊരു പരിഹാരമായിട്ടാ ആ കുട്ടി ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഞാൻ എപ്പം കഴിയുമേ? തിരക്കെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, തിരക്കൊന്നുമില്ല. കൃഷ്ണയെ കൺമുമ്പിൽ കണ്ടപ്പോ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇനി ഒരിക്കലും കൃഷ്ണ അവിടുന്ന് പോകാതിരിക്കാൻ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. അതെന്താ? അത് ഞാൻ വന്നിട്ട് അമ്മയോട് പറയാം. നവീന്റെ ജീവിതം നമുക്കങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അമ്മേ. അവന് ജീവിക്കണ്ടേ? അവൻ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ തന്നെ ജീവിക്കണ്ടേ? വേണം മോനെ, അങ്ങനെ തന്നെ ആകാവൂ. അതിന് എന്താ വേണ്ടെന്ന് വെച്ചാ നീ ചെയ്തോളൂ. ഞാൻ മനസ്സുകൊണ്ട് നിന്റെ കൂടെ തന്നെയുണ്ട്. ആ, അമ്മയുടെ അനുഗ്രഹവും ദൈവത്തിന്റെ അനുമതിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ഞാൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നോളാമേ. ആയിക്കോട്ടെ. ഈശ്വര. ആ, സുഖം. ആക്ച്വലി ഞാനിവിടെ പെട്ടുപോയതാ. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നാ എനിക്ക്. അതാണെങ്കിൽ ഹൈലി റിസ്കിയും. ആ, നീ ഒന്ന് ടച്ചിലിരിക്കണം. എനിക്ക് ചിലപ്പോ നിന്റെ ആവശ്യം വരും. ഞാൻ വിളിക്കാം. അയ്യോ, ഇതെന്താ കാലിന് പറ്റിയേ? ആ, എന്നിട്ട് നിന്റെ പാർലറിന്റെ കാര്യക്ക് എന്തായി? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഓരോരുത്തരും ഓരോ രീതിയിലാ പറയണേ. അതാ നേരിട്ട് ചോദിക്കുന്നത്. There is an old lady here. She's an evil person. Yeah, നീ ആ ഫോണിന്ന് കട്ട് ചെയ്തേ. എന്താ നീ ഇപ്പൊ ഫോണിൽ എന്താ പറഞ്ഞെന്ന് ഏകദേശമൊക്കെ എനിക്ക് മനസ്സിലായി. എന്നെ കുറിച്ചല്ലേ? ആണെങ്കിൽ എന്താ? ആരാ നിങ്ങള്? എന്നെന്തിനാ ചോദ്യം ചെയ്യുന്നേ? ആ, ഞാൻ ആരാണെന്നോ? ആഹാ, അത് കൊള്ളാലോ. ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴേക്കും നീ എല്ലാം മറന്നു അല്ലേ? എന്താ? വന്നു കേറിയപ്പോ ഇവളുടെ വിശേഷം ഒന്ന് അന്വേഷിക്കാന്ന് കരുതിയതാ. ഇതെന്തു പറ്റി വെക്ക്? തലയ്ക്ക് എന്തെങ്കിലും അടി കിട്ടിയിട്ടുണ്ടോ? പെരുമാറ്റം അങ്ങനെയാണല്ലോ. അത് മോള് വെറുതെ ആയാലും വിലക്കായാലും എന്നോട് സൂക്ഷിച്ചും കണ്ടും പെരുമാറിയാ മതി. ബഹുമാനില്ലായ്മ കാണിച്ചാലേ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. Get lost. I said get out. ആഹാ, എന്നോട് പുറത്തു പോവാനല്ലേ? എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ. അനിയ, അനിയ, നീ എവിടെയാ? നീ എന്തേ കാണിച്ചത്? അത് അനിയൻ സാറിന്റെ സഹോദരിയാ. ഹാ, ആരായാലും എനിക്കെന്താ? എന്നോട് റെസ്പെക്ട് ഇല്ലാതെ പെരുമാറിയാ തിരിച്ച് ഇങ്ങനെ ഞാനും പെരുമാറും. അവരുടെ കണക്കിലെ ഈ വീൽ ചെയറിലിരിക്കുന്നത് കൃഷ്ണ. എനിക്ക് അവളായിട്ട് മാറാൻ പറ്റില്ല. എന്നെ പേടിപ്പിക്കാൻ ആരും നോക്കണ്ട. രണ്ടു ദിവസമായിട്ട് തന്നെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ മൂർത്തി. ഞാൻ പറഞ്ഞിരുന്നല്ലോ സാറേ, കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സാർ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതുമില്ല. അനിയ, എന്താ ചേച്ചി? അനിയ, ഇത് എന്താ നിന്റെ മോൾക്ക് പറ്റിയത്? എന്തു പറ്റി ചേച്ചി? കയറി വന്നപ്പോ നല്ല ബഹുമാനവും പെരുമാറ്റം ഒക്കെ ആയിരുന്നു.
ഇപ്പൊ എന്തൊരു അഹങ്കാരം അവൾക്ക്. അഹങ്കാരോ? കൃഷ്ണ നോക്കോ? ആ, അവളുടെ കാര്യം തന്നെ പറഞ്ഞ്. സുഖമല്ലാണ്ട് കിടക്കല്ലേ, സുഖവിവരം ഒന്ന് അന്വേഷിക്കാന്ന് കരുതി ഞാൻ അടുത്തേക്ക് ചെന്നതാ. എന്തൊരു ധിക്കാരാ. ഞാൻ അവിടുന്ന് വെറുതെ അങ്ങ് ഇറങ്ങി പോന്നതല്ല, അവളെന്റെ മുഖത്ത് നോക്കി ഇറങ്ങി പോവാൻ പറഞ്ഞതാ. എന്താ ചേച്ചി പറയുന്നേ? മോക്ക് എന്ത് മാറുന്ന? ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഞാൻ പറഞ്ഞ സത്യമാണോന്ന് ശാന്തിയോടൊന്ന് ചോദിച്ചു നോക്ക്. ശാന്തിയും പേടിച്ചു തന്നെയാ അവളുടെ മുന്നിൽ നിൽക്കുന്നേ. ബെസ്റ്റ്. ശാന്തി മോളെ പേടിച്ച് നിൽക്കേ. ചേച്ചിക്ക് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്, അതാ ഇങ്ങനെയൊക്കെ പറയുന്നേ. അത് വേറൊന്നുമല്ല സാർ. സാറിനോട് തമാശ കാണിക്കുന്ന പോലെ സത്യവതി മാഡത്തോടും അവള് ചുമ്മാ. ഓ, അതാണ്. അനിയ, സത്യം പറയാ, എനിക്ക് അവളുടെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്ത് സംശയം? ആ കിടക്കുന്നത് നിന്റെ കൃഷ്ണമോള് തന്നെയാണോന്ന്. സംസാരം പെരുമാറ്റം ഒക്കെ വ്യത്യാസം. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നോണ്ട് ഒരാൾ ഇങ്ങനെ മാറുന്നില്ലല്ലോ. ചേച്ചി വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സ് കുഴപ്പിക്കില്ലേ. അവള് ചേച്ചിയെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഞാനും ചോദിക്കട്ടെ. മോളുടെ അടുത്തേക്ക് ഇല്ലേ? ഏയ് ചേച്ചി സമാധാനമായിട്ടിരിക്കേ, ഞാൻ തന്നെ നേരിട്ട് പോയി ചോദിക്കാം. എന്താ മേഡം? ഞാൻ പറഞ്ഞത് കാര്യമൂർത്തി. ഒന്നുകിൽ ഇവിടത്തെ സൗകര്യങ്ങളും ആഡംബരങ്ങളും അനിയന്റെ സ്നേഹമൊക്കെ കണ്ടപ്പോ അവൾ അഹങ്കരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വേറെന്തോ കുഴപ്പമുണ്ട്. അഹങ്കാരം തന്നെയായിരിക്കും, അല്ലാതെന്താ. ഇതുവരെ പട്ടിണി കിടന്നവളുടെ മുമ്പില് സമൃദ്ധമായ സദ്യ വിളമ്പി വച്ചേക്കല്ലേ, എങ്ങനെ അഹങ്കരിക്കാതിരിക്കും? അപകടമാണ് മൂർത്തി. എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ ഈ ഭാരം ജീവിതകാലം മുഴുവൻ നമ്മൾ ചുമക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ. ഇതെന്തേ കാണിക്കുന്നേ? എനിക്ക് ബോറടിക്കുന്നു. അതിനിപ്പോ ഞാനെന്ത് വേണം? അതെ, ആ മൊബൈൽ എടുത്ത് വെച്ച് നോക്കിക്കൂടെ? അല്ലെങ്കിൽ തന്നെ അതിലേക്ക് പെമ്പിള്ളേർ നോക്കിയിരിക്കുന്ന കാണാലോ. ആ, നിങ്ങളുടെ മോള് ചിലപ്പോ അതും നോക്കി ഇരിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ആ ശീലമൊന്നുമില്ല. അതെ, എന്റെ മോൾക്ക് ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നുമില്ല. എനിക്ക് ഈ മുറിക്കകത്തിരുന്നിട്ട് ബോറടിക്കുന്നൂന്ന്. എന്തായാലും എഴുന്നേറ്റ് ഓടാൻ പറ്റില്ലല്ലോ, കാലൊടിഞ്ഞിരിക്കല്ലേ. ഓരോന്നിന് ഇറങ്ങി പുറപ്പെടുമ്പോ ആലോചിക്കണമായിരുന്നു, ഇങ്ങനെ വന്നിരിക്കേണ്ടി വന്നാലേ ബോറടിക്കുമെന്ന്. ഓ,